ബി.ജെ.പിക്ക് ഉള്ളിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നെഗോഷിയേറ്ററായി തന്നെയാണ് ടെക്നോക്രാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരനെ കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നേമം അസംബ്ലി സെഗ്മെന്റിൽ 22,000-ഓളം വോട്ടുകളുടെ ലീഡ്, മൃഗീയ ഭൂരിപക്ഷം, അതാണ് അദ്ദേഹത്തിനെ വലിയ തോതിൽ പ്രലോഭിപ്പിച്ചിരിക്കുന്നത് നേമത്ത് വീണ്ടും മത്സരിക്കാൻ. നേമം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കും എന്നൊരു സന്ദേശം കൊടുക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ MLA ആയിട്ടുള്ള ശിവൻകുട്ടിയെ ഇനി മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൂചനയാണ്. ശിവൻകുട്ടിയെ ഇനി മത്സരിപ്പിക്കില്ല, പകരമായി മറ്റാരെയെങ്കിലും ചാവേറാക്കി നിയമമണ്ഡലം വിട്ടുകൊടുത്ത് പകരം പല അഡ്ജസ്റ്റ്മെന്റ് BJPയുടെ വോട്ടുകൾ അവർ ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ എൻ ബ്ലോക്കായി വാങ്ങിച്ചെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക, കോൺഗ്രസിന്റെ സാധ്യതകളെ പരമാവധി വെട്ടിച്ചുരുക്കുക. പകരം സെലക്റ്റഡ് സീറ്റ്സ് ആയിട്ടുള്ള ചില മേഖലകളിൽ ഇടതുപക്ഷം വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തി അവിടെ BJPക്ക് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ചെയ്തു കൊടുക്കുന്നു. നമുക്കറിയാം തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന്. ഈ നെഗോസിയേഷനാണ്. പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവർ കേരളത്തിൽ തമ്പടിച്ചു നിന്നു. ഇവിടെ വലിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് സംസാരങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. MR അജിത് കുമാറിനുള്ള ഇൻവോൾവ്മെന്റ്, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതെല്ലാം വലിയ തോതിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സംശയത്തിന് ഒരു രീതിയിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല. ജനങ്ങളെ അമ്പരവിഡ്ഢികളാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഇനിയും രാജീവ് ചന്ദ്രശേഖർ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷോൺ ജോർജ് പറഞ്ഞത് ഇതുപോലൊരു ടെക്നോക്രാറ്റിന്റെ കൂടെ മത്സരിക്കാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണ് എന്നുള്ള രീതിയിലാണ്. എന്ത് മഹാഭാഗ്യമാണ്? ഇതുപോലെ കൃത്യമായി ഫ്രോഡ് കാണിച്ച് കർണാടകയിൽ 500 കോടിയിലധികം ഇടപെടലിലൂടെ കള്ളത്തരം കാണിച്ചു വെച്ച് കേരളത്തിൽ ഒരു ഒളിവാസ ജീവിതം സുഖകരമായി ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ആർക്കാണ് അറിയാത്തത്? എന്നാൽ അതിനെ പുകഴ്ത്തി പറഞ്ഞ് ഈ മനുഷ്യന്റെ കൂടെ ഞാൻ വേദി പങ്കിടുന്നു, അത് പങ്കിടുന്നു, ഇത് പങ്കിടുന്നു. ഷോൺ ജോർജ് ഇക്കുറി 100 തരമാണ് പൂഞ്ഞാർ ഡിവിഷനിൽ 8 ഇല പൊട്ടും. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ തവണ ജനപക്ഷം സെക്യുലർ സ്വതന്ത്രനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതെങ്കിൽ ഇക്കുറി അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകില്ല. കാരണം BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ജനങ്ങളത്ര വിഡ്ഢികളല്ല. ജനങ്ങൾക്ക് തെറ്റുപറ്റിയാൽ, പ്രത്യേകിച്ചും കേരളത്തിലെ പ്രമുഖരായ ജനങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ കൂടി ശ്രമിക്കും. ഈരാറ്റുപേട്ടയിലുള്ളവരെല്ലാം മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ PC ജോർജ് വീണ്ടും വീണ്ടും കുറച്ച് നടക്കുകയാണ്. വയസ്സ് 70 കഴിഞ്ഞിട്ടും ഇപ്പോഴും ആർത്തി തീർന്നിട്ടില്ലാത്ത PC ജോർജ് ഇനിയും മത്സരിച്ച് ജയിക്കാം എന്ന് വിചാരിച്ചാൽ മുണ്ട് കീറും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.